മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ടാണ് കേട്ടോ. മഹാലക്ഷ്മി പറയുന്നുണ്ട്, വേണ്ട കണ്ണേട്ടാ, എന്തായാലും ഇനിയും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ മഹിയോട് കണ്ണൻ പറയുന്നുണ്ട്, വേണ്ട മഹി, ഇത് എത്രാമത്തെ തവണയാണ് നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്. നിന്നെയും എന്നെയും ഇവർ ഇതേ പരിപാടിയാണ്, പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി. എന്തായാലും ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണം. ഞാൻ എന്തായാലും പോലീസിൽ പരാതി കൊടുക്കുകയാണ്. നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോലീസിൽ പരാതി കൊടുക്കുകയാണ് എന്ന് മഹിയോട് കണ്ണൻ വിളിച്ച് പറയണം കേട്ടോ. അത് ശരി തന്നെയാണ് എന്ന് അനന്തും പറയണം. അതിനുശേഷം മഹാലക്ഷ്മിയെ കാണാനില്ല എന്ന് പറഞ്ഞ് കണ്ണൻ പോലീസിൽ പരാതി കൊടുക്കുകയാണ് കേട്ടോ. അതേസമയം മേഘനാഥൻ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് മേഘനാഥൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം റൂമിൽ വന്നിട്ട് കിടന്നുറങ്ങാൻ നോക്കുകയാണ് കേട്ടോ. കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ ഒന്നും അറിയാതെ നമ്മുടെ മഞ്ജു കിടന്നുറങ്ങുകയാണ്. അത് കാണുമ്പോൾ തന്നെ മേഘനാഥൻ ഒരു ആശ്വാസമാണ് കേട്ടോ. ഇവളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, എന്തായാലും നന്നായി, സുഖമായി ഉറങ്ങുക എന്നിങ്ങനെ പറഞ്ഞിട്ട് മേഘനാഥൻ കിടന്നുറങ്ങുകയാണ്. അതേസമയം കരുണ പ്രതാപൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. സന്തോഷ വാർത്തയാണല്ലോ, ഇത് നേരിട്ട് അച്ഛനോട് പറഞ്ഞ് അറിയണമല്ലോ, അച്ഛൻ പറയുന്നത് ലൈവായിട്ട് കേൾക്കും വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ പോകുമ്പോൾ പ്രതാപൻ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കരുണയുടെ അടുത്തേക്ക് ഇങ്ങനെ പറയുകയാണ്, ഇനി എന്തായാലും മോളെ, അവളെക്കുറിച്ച് എൻ്റെ മോളെ ആലോചിക്കേണ്ട, എന്തായാലും അവളെന്തായാലും കഴിഞ്ഞു, ഇനി മഹാലക്ഷ്മി ഇല്ല, ഇനി നീയാണ് കമലേശ്വരത്തെ റാണിയായി വാഴാൻ പോണത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും ശരി, ഇവരെ വെറുതെ വിട്ടുകൂടാ എന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലൈൻറ്റ് കൊണ്ടുപോയി കൊടുക്കുകയും അനന്തവും മാർക്കവും കൂടിയിട്ട് കണ്ണൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് കേട്ടോ. എന്തായാലും നന്നായി കൊടുത്തത്, ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയണം. പോലീസുകാർ അന്വേഷിച്ച് വരികയും ആദ്യം മുതൽ എന്താണോ മേഘനാഥൻ ചെയ്തത് അത് ആദ്യം മുതൽ തന്നെ പോലീസുകാരോട് മാർക്കോ പറയണേ, എല്ലാ കാര്യങ്ങളും മാർക്കോ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ അവർക്ക് ഒരു പഴുതും ഇല്ലാതെ മേഘനാഥനെയും വാമദേവനെയും അതുപോലെ തന്നെ പ്രതാപനെയും പൂട്ടണം. അതാണ് നമ്മുടെ മാർക്കോയുടെ ആവശ്യം. ആ ബോഡി ശരിക്കും മഹാലക്ഷ്മി തന്നെയാണ് എന്നാണ് അവരൊക്കെ കരുതിയിരിക്കുന്നത്. കണ്ണനൊക്കെ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അതേസമയം മഞ്ജു ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. മഞ്ജു ഫോൺ ചെയ്യുമ്പോൾ കണ്ണൻ പറയും, നീയും ശത്രുപക്ഷത്തല്ലേ, നീയിപ്പോൾ എന്തിനാണ് ഫോൺ ചെയ്യുന്നത് എന്ന് ചോദിക്കണം. അല്ല ഏട്ടാ, ഏട്ടത്തേക്ക് എന്താ പറ്റിയെന്ന് അറിയണം. ഞാൻ ശത്രുപക്ഷത്തല്ല, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്താ പറ്റിയത് എന്ന് ചോദിക്കുക കേട്ടോ. കണ്ണൻ ആകെ മൊത്തം സംശയം, ഇവളിപ്പോൾ ആകെ സ്വഭാവം മാറിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കണ്ണൻ എന്തായാലും പറയില്ല. കണ്ണൻ എന്തായാലും മഹാലക്ഷ്മി ഇല്ല, അങ്ങനെയാണ് കണ്ണൻ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ പോലീസുകാർ പ്രതാപൻ്റെ വീട്ടിലേക്കാണ് ആദ്യം വരുന്നത് കേട്ടോ. പോലീസുകാരിങ്ങനെ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പോലീസുകാർ വന്ന് ഇറങ്ങിയതും തന്നെ അവരെന്തായാലും പ്രതീക്ഷിച്ചിരിക്കണ്ടല്ലോ. ശരിക്കും പോലീസുകാർ പ്രതാപനെയും തൂക്കി അതേപോലെ തന്നെ വാമദേവനെയും തൂക്കി മേഘനാഥനെയും കൊണ്ടുപോയി പോലീസുകാർ നല്ല പണി കൊടുക്കണം കേട്ടോ. നല്ല പണി കൊടുത്തിട്ട് അവർ ചോദ്യം ചെയ്യണം. ഇവരാകെ മൊത്തം പെട്ട് കിടക്കുകയാണ്. എന്തോ ഒരു പഴുതുമില്ല, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതേസമയം ഇവരുടെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്, ആ ഗുണ്ടകൾ മറ്റേ ആണോ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, അല്ലാതെ മൂന്നാമതൊരാളത് കാണാനും പറയാനും ഇടയില്ല, പിന്നെ എങ്ങനെ ഇതെല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞ് ആ ഗുണ്ടകളാണ് എന്ന് മേഘനാഥൻ കരുതിയിരിക്കുകയാണ്. പോലീസുകാർ കൊണ്ടുപോയി ആ ബോഡി ശരിക്കും മഹാലക്ഷ്മിയുടേത് തന്നെയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് മാർക്കോ. ഏതായാലും കണ്ണൻ, മേഘനും പ്രതാപനും വാമദേവനും നല്ലൊരു പണിയാണ് കൊടുക്കുന്നത്.